അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. പ്രപഞ്ചത്തിന്റെ ദിഗന്ധങ്ങളിൽ പരിവർത്തനത്തിന്റെ പടഹധ്വനി മുഴക്കി മണൽക്കാറ്റിന്റെ സീൽക്കാരവും ഈത്തപ്പനയോലകളുടെ മർമ്മരവുമേറ്റ് മുന്തിരി പൂവള്ളികളുടെ ശീതള ഛായയിൽ പരിലസിക്കും അങ്ങ് മദീനത്തുൽ മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന 300ഓളം കോടി വരുന്ന മുസൽമാന്റെ ചങ്കിലെ ചോരയായ ഹൃദയത്തിന്റെ തുടിപ്പായ മനസ്സിന്റെ കാതലായ കരളിന്റെ കഷ്ണമായ മുത്തൊളി താജൊളി ഹബീബുന വ സയ്യിദുന മുജ്തബ മുർത്തദ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ തിരുവജഹിനെ സ്വപ്നത്തിൽ കാണാൻ ആരാണ് ആശിച്ചു പോകാത്തത്? ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും വലിയ ആശയം എന്തെന്ന് ചോദിച്ചാൽ പ്രവാചകന്റെ ഹദ്റത്തിൽ പോയൊരു സലാം പറയുവാനും അതുപോലെ പ്രവാചകന്റെ തിരുവജഹിനെ ഒന്ന് സ്വപ്നത്തിൽ ദർശിക്കുക എന്നുള്ളതുമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണാൻ ഭാഗ്യം ലഭിച്ച 4 വയസ്സുകാരി ആയിഷ മോൾ, സുബ്ഹാനല്ലാഹ്, ആ മഹാഭാഗ്യത്തെക്കുറിച്ച് ആ പൊന്നുമോൾ തന്നെ തന്റെ ഉപ്പയോട് പറയുന്നതെന്ന് കേട്ടു നോക്കൂ. In the morning, you was telling Daddy that you had a dream. I think your dream is amazing. So can you please tell everybody else about your amazing dream as well? Yeah. What did you see? I saw a prophet in my dream called Prophet Sallallahu Alaihi Wasallam. And he bring his hand up with honey milk on it, and he said, drink it. And I drank it, and it tasted so nice. Subhanallah, was it from a river? Yeah. Wow, that's amazing. And tell me, what did he look like? What did the man look like? He looked like shine, and he was more brighter than the sun and the light. Subhanallah. You know, you are so blessed to have that dream. Do you know that? Put your hands up and say thank you to Allah Ta'ala for giving you such an amazing dream. Thank you, Allah Ta'ala, for giving me a nice dream. Subhanallah. Subhanallah. എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയൊരു ഭാഗ്യം ലഭിക്കാത്തതെന്ന് നാം എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സ്വലാത്ത് ചെല്ലാൻ പഠിച്ചില്ല എങ്കിലും സിനിമാ പാട്ടുകൾ പഠിക്കുന്ന നമ്മുടെ മക്കൾ, ഖുർആൻ ഓതാൻ സമയമില്ലെങ്കിലും മൊബൈലിൽ ടിക്ടോക്ക് എടുപ്പിക്കാൻ സഹായിക്കുന്ന നാം മാതാപിതാക്കൾ, മദ്രസയിൽ പോയി പഠിച്ചിട്ട് വരുന്നതല്ലാതെ നമ്മുടെ മക്കളെ അരികിൽ വിളിച്ച് നാം അള്ളാഹുവിനെ കുറിച്ച് പറയാറുണ്ടോ? ആരായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? തന്റെ ഉമ്മത്തിനു വേണ്ടി ജീവിച്ച പ്രവാചകന്റെ ജീവിതത്തിലെ അസുലഭ നിമിഷങ്ങൾ ഒന്നിനെക്കുറിച്ചെങ്കിലും വർണ്ണിച്ചു കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ മക്കൾക്ക്? ഇന്ന് പല രക്ഷിതാക്കളും മക്കൾ ജനിച്ചാൽ ആദ്യം അവരെ അടുപ്പിക്കുന്നത് മൊബൈലുകളിലേക്കാണ്. അതിലൂടെ ആ കുഞ്ഞു ഹൃദയങ്ങൾ അടുക്കുന്നത് യൂട്യൂബ്, ടിക്ടോക്ക്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള പല മേഖലകളിലേക്കുമാണ്. പിന്നെ പാട്ടായി, ഡാൻസായി, അവസാനം സിനിമകളിലെ സൂപ്പർ ഹീറോസ് അവരുടെ ആരാധനാ കഥാപാത്രങ്ങളായി മാറുകയാണ്. പിന്നെ എങ്ങനെ അവർക്ക് ഇങ്ങനെയൊരു ഭാഗ്യം ലഭിക്കും? മക്കൾക്ക് ദീനിയായ വിഷയം പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ നാം നേരിടേണ്ടി വരുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് പണ്ഡിതർ പറയുന്നത് കാണുക. ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യനോട് ആദ്യം ബന്ധപ്പെടുന്നത് അവന്റെ മക്കളും ഭാര്യയുമായിരിക്കും. അവർ അവനോട് പറയും, അവർ അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, ഈ മനുഷ്യനിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം വാങ്ങിത്തരണം. ഞങ്ങൾക്ക് ദീനിയായ കാര്യങ്ങൾ ഇയാൾ പഠിപ്പിച്ചു തന്നില്ല, ഞങ്ങളെ ഹറാമു ഭക്ഷിപ്പിച്ചു, ഞങ്ങൾക്ക് അതറിയില്ലായിരുന്നു, ആ രൂപത്തിലാണ് ഞങ്ങൾ ജീവിച്ചത്. സ്വന്തം പിതാവിനെ ഇങ്ങനെ നരകത്തിലേക്ക് തള്ളാതിരിക്കാൻ മക്കളെ നന്മയുടെ വെള്ളവും വളവും നൽകി വളർത്തേണ്ടത് ഓരോ രക്ഷിതാക്കൾക്കും അനിവാര്യമായ കാര്യമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇഹപര ജീവിതത്തിലെ സൗഭാഗ്യവും ദൗർഭാഗ്യവും നമ്മുടെ മക്കളാണ്. ധാർമ്മിക മൂല്യങ്ങളിലൂടെ അവരെ ഉന്നതരാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങളല്ലാതെ അവന് മറ്റൊന്നും ഉപകരിക്കില്ല. അതിലൊന്നാമതായി പറയുന്നു ജ്വാരിയായ സദഖയാണ്, എന്നെന്നും നിലനിൽക്കുന്ന ദാനധർമ്മമാണ്. രണ്ടാമതായി പറയുന്നു ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവാണ്. മൂന്നാമതായി പറയുന്നു അവന് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനമാണ്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും. നാം മരിച്ചാലും നമുക്ക് ഉപകാരപ്പെടുന്ന മക്കൾ ഉണ്ടാകണമെങ്കിൽ അവരിൽ നന്മകൾ വളർത്തണം. ഈ അടുത്ത് നാം കണ്ടതാണ്, മരണപ്പെട്ട ഉമ്മയുടെ ഖബറിടത്തിനരികിൽ നിന്ന് കണ്ണീരോടെ ഖുർആൻ പാരായണം ചെയ്ത് കരയുന്ന 12 വയസ്സുകാരൻ മോനെ. അതുപോലൊരു മക്കളല്ലേ ഉമ്മ നമുക്ക് ഉപകരിക്കുക? നമ്മുടെ മക്കൾ ഡോക്ടർ ആകട്ടെ, അവൻ എഞ്ചിനീയർ ആകട്ടെ, അവൻ ഉയർന്ന ഉന്നത പദവികളിലെത്തട്ടെ,
ഏത് ഉന്നത പദവിയിലെത്തിയാലും അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കുലി ശബ്ദമുയരുമ്പോൾ വുദൂ എടുത്ത് നിസ്കാരത്തിലേക്ക് കടക്കുന്ന മോനാണ് അതെങ്കിൽ ഉപ്പ, നിങ്ങളുടെ ജീവിതം യാഥാർത്ഥ്യമായി. ഉമ്മ, നിങ്ങളുടെ ജീവിതം യാഥാർത്ഥ്യമായി. ദിവസവും ഒരുപാട് 10 സ്വലാത്ത് ചെല്ലുന്ന മക്കളായി നമ്മുടെ മക്കളെ മാറ്റിയെടുത്താൽ ആ മക്കൾ ഇരു ലോകത്തും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഓർക്കുക, മക്കളെ ഓർത്ത് നാം കരയാതിരിക്കാൻ അവർക്ക് നാം ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തീർക്കട്ടെ. മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കളെ നൽകി അല്ലാഹുവെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന വഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മജ്ലിസ് മീഡിയ എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ഓണാക്കി നിങ്ങളെല്ലാവരും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.